അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വെക്കാമക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാ ആ നന്മയിൽ അലിയാ. അമ്മയെ അറിയാ ആ ഉണ്മയിൽ അലിയാ. അമ്മയെ അറിയാ. അമ്മയെ അറിയാ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ഇവിടെ 5-ാമത്തെ സ്കന്ധം 30-ാമത്തെ ശ്ലോകം മുതൽ 44 കൂടിയുള്ള ശ്ലോകങ്ങളെ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ഉപമന്യുർമുനിർയത്ര ശിവഭക്ത പരന്തപ ഉപമന്യും ഗുരും കൃത്വാ ദീക്ഷാം പാശുപതിം ഹരിം ജഗ്രാഹ പുത്രകാമസ്തു മുണ്ഡീദണ്ഡീ ബഭൂവഃ ഉഗ്രം തത്ര തപസ്തേപേ മാസമേകം ഫലാശന ജചാപ ശിവമന്ത്രം തു ശിവധ്യാനപരോ ഹരി ദ്വിതീയേ തു ജലാഹാരസ്ഥിഷ്ടന്നേകപദാ ഹരി തൃതീയേ വായുഭക്ഷസ്തു പാദാംഗുഷ്ഠാഗ്രസംസ്ഥിത ഷഷ്ഠേ തു ഭഗവാൻ രുദ്രപ്രസന്നോ ഭക്തിഭാവത ദർശനം തു ദദൗ തത്ര സോമഃ സോമകലാധരാം ആജഗാമ വൃഷാരൂഢ സുരൈരിന്ദ്രാദിഭിർവൃത ബ്രഹ്മവിഷ്ണുയുത സാക്ഷാദ്യക്ഷഗന്ധർവസേവിത സംബോധയൻ വാസുദേവം ശങ്കരസ്തമുവാച തുഷ്ടോസ്മി കൃഷ്ണ തപസാ തവോഗ്രേണ മഹാമതേ ദദാമി വാഞ്ഛിതാൻ കാമാൻ ബ്രൂഹി യാദവനന്ദന മയി ദൃഷ്ടേ കാമപൂരേ കാമശേഷോ ന സംഭവേൽ വ്യാസ ഉവാച തം ദൃഷ്ട്വാ ശങ്കരം തുഷ്ടം ഭഗവാൻ ദേവകീസുത
പപാതപാദയോസ്തസ്യ ദണ്ഡവൽ പ്രേമ സംയുത സ്തുതിം ചകാര ദേവേശോ മേഘഗംഭീരയാ ഗിരാ സ്ഥിതസ്തു പുരത ശംഭോർ വാസുദേവ സനാതന കൃഷ്ണ ഉവാച ദേവദേവ ജഗന്നാഥ സർവഭൂതാർത്തിനാശന വിശ്വയോനേ സുരാരിഘ്നാ നമസ്ത്രൈലോക്യതാരക നീലകണ്ഠ നമസ്തുഭ്യം ശൂലിനേ തേ നമോ നമഃ ശൈലജാവല്ലഭായാധായ യജ്ഞായ നമോസ്തു തേ ധന്യോഹം കൃതകൃത്യോഹം ദർശനാത്തവ സുവ്രതാം ജന്മ മേ സഫലം ജാതം നത്വാ തേ പാദപങ്കജം ബദ്ധോഹം സ്ത്രീമയൈ പാശൈ സംസാരേസ്മിൻ ജഗദ്ഗുരോ ശരണം തേദ്യ സംപ്രാപ്തോ രക്ഷണാർത്ഥം ത്രിലോചന സംപ്രാപ്യ മാനുഷം ജന്മ ഖിന്നോഹം ദുഃഖനാശന ത്രാഹി മാം ശരണം പ്രാപ്തം ഭവഭീതം ഭവാധുനാ ഗർഭവാസേ മഹദ്ദുഃഖം പ്രാപ്തം മദനദാഹക സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം 25-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകം മുതൽ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശിവഭക്തൻ ഉപമന്യുവിൻ്റെ ശിഷ്യനായി മാറി പാശുപതവ്രതാർത്ഥമായി ദീക്ഷിതനായി, പുത്രാർത്ഥമായി മുണ്ടിയായി ദണ്ഡിയായി ഫലം മാത്രം ആഹരിച്ചുഗ്രമായ തപസ്സു ചെയ്തു. ശിവധ്യാനത്തിൽ മുഴുകി ശിവമന്ത്രം ജപിച്ചല്ലോ. 2-ാം മാസം മുതൽ ജലം മാത്രം കഴിച്ചു. 3-ാം മാസം വായു മാത്രം ഒറ്റക്കാലിൽ തപം ചെയ്തു. 6-ാം മാസം മഹാദേവൻ പ്രസന്നനായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. സോമകലാധാരി ദേവൻ ദേവജനമൊത്തു ചേർന്നു. സോമവംശി തൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി. ബ്രഹ്മാവിഷ്ണു യക്ഷാദിയാൽ പരിസേവിതനായ ശിവൻ വാസുദേവനെ വിളിച്ചു ഏവം പറഞ്ഞു. ഉഗ്രമായ തപസ്സിൽ ഞാൻ സന്തുഷ്ടനായി പറയുക, അങ്ങയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാം ഞാൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. എന്നെ കണ്ടാൽ പിന്നീടൊരു ആഗ്രഹവുമുണ്ടാകുല. വ്യാസൻ പറഞ്ഞു, വാസുദേവൻ തുഷ്ടനായ ശിവനെ കണ്ട് കാൽക്കൽ വീണു പ്രണമിച്ചു. ദേവകി പുത്രനാം കൃഷ്ണൻ മേഘനാദത്തോടെ ഏവം
പറഞ്ഞുവല്ലോ. സനാതനൻ വാസുദേവൻ ശംഭുവിനെ സ്തുതിച്ചല്ലോ. ശ്രീകൃഷ്ണൻ പറഞ്ഞു, ദേവദേവ ജഗന്നാഥ ശ്രീ മഹാദേവ. ദൈത്യാരിയാം വിശ്വയോനെ ത്രൈലോക്യകാരകാ ദേവ. നീലകണ്ഠ ശൂലധാരിൻ മമ വന്ദനം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശൈലജാവല്ലഭ ദക്ഷയജ്ഞനാശകാവന്ദനം. ദർശനത്താൽ തന്നെ ഞാനും കൃതാർത്ഥനായി. പാദപത്മസ്മരണയാൽ മമ ജന്മം സഫലമായി. സ്ത്രീമയമാം കയറിൽ ഞാൻ ബദ്ധനായി ദേവാ. രക്ഷയ്ക്കായി അവിടുത്തെ ശരണം പ്രാപിക്കുന്നു ഞാൻ. മനുഷ്യനായി ദുഃഖിക്കുകയാണു ഞാനിപ്പോ. ഭവഭീതനാകുമെന്നെ ഭവാൻ തന്നെ രക്ഷിക്കണേ. ഗർഭവാസ ദുഃഖിതൻ ഞാൻ മദനാന്തക. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, അമ്മേ ശരണം, കാളി ശരണം, അമ്മേ ശരണം, മായേ ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയുടെ 420 ദിവസം ഇന്ന് ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധത്തിൽ 25 അധ്യായത്തിൽ 30 ശ്ലോകം മുതൽ 44 കൂടിയുള്ള ശ്ലോകങ്ങളെ പാരായണം ചെയ്തു, ഭാഷാഗാനമായി പാടി ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കണു. ആദ്യം ആ ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശ്ലോകം, തുടർന്ന് ദേവി ഭാഗവതത്തിലെ ശ്ലോകങ്ങളിലേക്ക്. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവതിയുടെ അനുഗ്രഹം നേടുന്ന രംഗം, അതിലേക്കാണ് ഇനി നമ്മൾ എത്തുന്നത്. ഉപമന്യു എന്ന മഹർഷിയുടെ ശിഷ്യനായി ഭഗവാൻ മാറി എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് ഇന്നത്തെ പ്രഭാഷണം. 30 ശ്ലോകം.
ഉപമന്യുർമുനിർയത്ര ശിവഭക്തപരന്തപ ഉപമന്യും ഗുരും കൃത്വാ ദീക്ഷാം പാശുപതിം ഹരിം. ശിവഭക്തനായിരിക്കുന്ന പരമതപസ്വിയായിരിക്കുന്ന ഉപമന്യു എന്ന മഹർഷി തപസ് ചെയ്യുന്ന പർവ്വതത്തിലേക്കാണ് ശ്രീകൃഷ്ണൻ പോയത്. അവിടെ ചെന്നു ഉപമന്യും ഗുരും കൃത്വ, ഉപമന്യുവിനെ ഗുരുവായിട്ട് സ്വീകരിച്ചുകൊണ്ട് പാശുപതിയും ദീക്ഷാം ആ പാശുപതി ദീക്ഷ, പാശുപത വ്രതം, അതിനുള്ള ദീക്ഷ സ്വീകരിച്ചു സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ജഗ്രാഹ പുത്രകാമസ്തു മുണ്ടീ ദണ്ഡീ ബഭൂവ. പുത്രനുണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദീക്ഷ സ്വീകരിച്ച് മുണ്ഡനം ചെയ്ത് ദണ്ഡിയായി ഫലങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ഉഗ്രം തത്ര തപസ്തേപേ മാസമേകം ഫലാശന, ഒരു മാസം മുഴുവൻ ഫലങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ട്, മറ്റ് ഭക്ഷണങ്ങളൊന്നുമില്ല, അങ്ങനെ തപസ് ചെയ്തു. ജജാപ ശിവമന്ത്രം തൂ ശിവധ്യാനപരോഹരി ദ്വിതീയേതു ജലാഹാരസ്തിഷ്ഠന്നേകപദാഹരി. ശിവധ്യാനത്തിൽ മുഴുകിക്കൊണ്ട് ആ ഹരനെ ഭജിച്ചും കൊണ്ട് ഹരി ശിവമന്ത്രം ജപിച്ച് രണ്ടാമത്തെ മാസം ആയപ്പോഴേക്കും ജലം മാത്രം കഴിച്ചും കൊണ്ട്, ജലം മാത്രം കുടിച്ചും കൊണ്ട് ഒറ്റക്കാലിൽ നിന്ന് തപസ് തുടർന്നു എന്നാണ്. തിഷ്ഠന്നേകപദാഹരി. തൃതീയേ വായുഭക്ഷസ്തു. മൂന്നാമത്തെ മാസത്തിലായപ്പോഴേക്കും വായു ഭക്ഷിച്ചും കൊണ്ട് പാദാങ്കുഷ്ഠാഗ്ര സംസ്ഥിത, കാലിലെ പെരുവിരലിൽ ഊന്നിക്കൊണ്ട്, നേരത്തെ കാല് താഴ്ത്തു വെച്ചേർന്നു, ഇപ്പൊ പെരുവിരല്, ആ തള്ളവിരൽ മാത്രം നിലത്ത് മുട്ടിച്ചും കൊണ്ട് തപസ്. ഷഷ്ഠേതു ഭഗവാൻ രുദ്രപ്രസന്നോ ഭക്തിഭാവത. ആറാമത്തെ മാസത്തിലേക്ക് എത്തിയപ്പോ ആ ഭഗവാന്റെ ഭക്തിയിൽ സന്തോഷിച്ച് രുദ്രൻ പ്രസന്നനായി തീർന്നു എന്ന് മാത്രമല്ല, ദർശനം തു ദദൗ തത്ര സോമകലാധര. സോമകലാധരനായിരിക്കുന്ന ശിവൻ ആജഗാമ വൃഷാരൂഢ, വൃഷത്തിന്റെ പുറത്ത്, കാളപ്പുറത്ത് കയറി ഇന്ദ്രാദിദേവന്മാരോടുകൂടി സുരൈരിന്ദ്രാദിഭിർ വ്രത അദ്ദേഹത്തിന് ദർശനം കൊടുത്തു സാക്ഷാൽ മഹാദേവൻ. അപ്പോ ധ്രുവന്റെ തപസ് നമ്മൾ ഭാഗവതത്തിൽ കാണും. ഓരോ മാസത്തിലും ഭക്ഷണം കുറച്ചു കൊണ്ടുവന്ന് ഭജനം മാത്രമായി തപസ്. ഇതേപോലെ തന്നെയാണ് ആറാമത്തെ മാസത്തിൽ ഹരിക്ക് ഹരൻ ദർശനം കൊടുത്ത രംഗവും ഈ ദേവി ഭാഗവതത്തിൽ കാണുന്നത്. ബ്രഹ്മവിഷ്ണുയുത സാക്ഷാത് യക്ഷഗന്ധർവസേവിത സംബോധയൻ വാസുദേവം ശങ്കരസ്തമുവാച. ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയവരോടുകൂടി യക്ഷഗന്ധർവാദികളാൽ പരിസേവിതനായി ആ വാസുദേവനെ, ആ ശ്രീകൃഷ്ണനെ വിളിച്ച് ശങ്കരൻ പറയുകയാണ്, തുഷ്ടോസ്മി കൃഷ്ണ തപസാ തവോഗ്രേണ മഹാമതേ ദദാമി വാഞ്ചിതാൻ കാമാൻ ബ്രൂഹി യാദവനന്ദന. കൃഷ്ണ, അങ്ങയുടെ ഉഗ്രമായ തപസ്സിൽ ഞാൻ സന്തോഷിച്ചു. ദദാമി വാഞ്ചിതാൻ കാമാൻ, ആഗ്രഹമുള്ളതൊക്കെ ചോദിച്ചോളൂ, ഞാൻ അങ്ങയ്ക്ക് തരാം. എന്താണ് വേണ്ടത് എന്ന് പറയൂ. ബ്രൂഹി യാദവനന്ദന. മയി ദൃഷ്ടേ കാമപൂരേ കാമശേഷോന്ന സംഭവിൽ. ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിക്കുന്ന എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരാഗ്രഹവും ബാക്കി ഉണ്ടാവാൻ പാടില്ല. എന്താഗ്രഹം വേണമെങ്കിലും ചോദിച്ചോളൂ. വ്യാസൻ പറയുകയാണ്, തം ദൃഷ്ട്വാ ശങ്കരം തുഷ്ടം ഭഗവാൻ ദേവകീസുത. അങ്ങനെ സന്തോഷിച്ച ആ ശങ്കരനെ, ശം കരോതി ഇതി ശങ്കര, ആ മംഗളത്തെ നൽകുന്ന, സുഖത്തെ നൽകുന്ന ആ ഭഗവാനെ കണ്ടിട്ട് വാസുദേവൻ ദേവകീസുതൻ പപാത പാദയോസ്തസ്യ ദണ്ഡവൽ പ്രേമസംയുത സ്തുതിം ചകാരദേവേശോ മേഘഗംഭീരയാഗിര. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു, പ്രണമിച്ചു. മേഘഗംഭീരമായ ശബ്ദത്തിൽ സ്തുതിക്കാനായിട്ട് തുടങ്ങി. സ്ഥിതസ്തു പുരത ശംഭോർ വാസുദേവ സനാതന. സനാതനനായിരിക്കുന്ന വാസുദേവൻ ശംഭുവിൻ്റെ മുമ്പിൽ നിന്ന് ഇപ്രകാരം സ്തുതിച്ചു. മേഘഗംഭീരയാഗിര, മേഘതുല്യമായ ശബ്ദത്തോടുകൂടി സ്തുതിച്ചു. കൃഷ്ണന്റെ വാക്കുകളാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. അതിൽ 40 മുതൽ 44 കൂടിയുള്ള 5 ശ്ലോകങ്ങളാണ് ഇന്ന് അനുസ്മരിക്കുന്നത്. ദേവദേവ ജഗന്നാഥ സർവഭൂതാർത്തിനാശന സകല
ജീവജാലങ്ങളുടെയും ദുഃഖങ്ങളെ ആർത്തികളെ ഇല്ലാതെയാക്കുന്ന ദേവദേവ, ജഗന്നാഥ, വിശ്വയോനെ സുരാരിഘ്ന നമസ്ത്രൈലോക്യതാരക, വിശ്വയോനെ ദൈത്യനാശക, അസുരന്മാരെ നിഗ്രഹിക്കുന്നവനെ, ത്രൈലോക്യകാരകനായിരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. നീലകണ്ഠ നമസ്തുഭ്യം ശൂലിനേതേ നമോ നമ. നീലകണ്ഠനായ അങ്ങയ്ക്ക് നമസ്കാരം, ശൂലധാരിയായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം. ശൈലജാവല്ലഭായാധ യജ്ഞഘ്നായ നമോസ്തുതേ. ശൈലജാവല്ലഭനായി ദക്ഷയജ്ഞ വിനാശകനായി യജ്ഞഘ്നായിരിക്കുന്ന അവിടത്തേക്ക് നമസ്കാരം. സുവ്രത, ധന്യോഹം കൃതകൃത്യോഹം ദർശനാത്തവ സുവ്രത. അങ്ങയുടെ ദർശനം കൊണ്ട് ഞാൻ ധന്യനായി, ഞാൻ കൃതകൃത്യനായി. ജന്മമേ സഫലം ജാതം നത്വാതേ പാദപങ്കജം ബദ്ധോഹം സ്ത്രീമയേ പാശേ സംസാരേഷ്മിൻ ജഗദ്ഗുരു. അങ്ങയുടെ പാദകമല സ്മരിച്ചതുകൊണ്ട് എൻ്റെ ജന്മം സഫലമായി. ഞാനിപ്പോൾ ജഗദ്ഗുരു, ഞാൻ ഈ സംസാരത്തിൽ സ്ത്രീമയമായിരിക്കുന്ന പാശം കൊണ്ട് ബന്ധിതനാണ്. ശരണം തേദ്യ സംപ്രാപ്തോ രക്ഷണാർത്ഥം ത്രിലോചന. ത്രിലോചന, മുക്കണ്ണനായിരിക്കുന്ന ഭഗവാനെ, ഞാൻ രക്ഷയ്ക്ക് വേണ്ടി അങ്ങയെ ശരണം പ്രാപിക്കുന്നു. സംപ്രാപ്യ മാനുഷം ജന്മ ഖിന്നോഹം ദുഃഖനാശന. ദുഃഖനാശനായിരിക്കുന്ന ഭഗവാനെ, ഞാൻ മനുഷ്യജന്മം പ്രാപിച്ചതിനെ തുടർന്ന് ദുഃഖിക്കുകയാണ്. ത്രാഹിമാം ശരണം പ്രാപ്തം ഭവഭീതം ഭവാധുന. ഹേ ഭവ, അങ്ങ് ഇപ്പോൾ തന്നെ ഭവഭീതനായി ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ ത്രാഹി മാം, എന്നെ രക്ഷിക്കണേ. ഗർഭവാസേ മഹദ്ദുഃഖം പ്രാപ്തം മദനദാഹക. മദനെ ദഹിപ്പിച്ചവൻ, മദനാന്തകൻ, മദനാരിയാണ്, കാമാരിയാണ് മഹാദേവൻ അല്ലേ. അപ്പോൾ ഗർഭവാസം മൂലം ഞാൻ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചു. ആ ദുഃഖങ്ങളൊക്കെ ഇല്ലാതെയാവാൻ ഇപ്പം ഞാൻ സത്യത്തിൽ സ്ത്രീമയമായ പാശം കൊണ്ട് ബന്ധിതനായിട്ട് കിടക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അങ്ങയ്ക്ക് മാത്രമേ അടിയനെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ. ആ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ പാദാരവിന്ദങ്ങളെ ഭജിച്ചത്. അവിടുത്തെ ദർശനം കൊണ്ട് തന്നെ ഞാൻ കൃതകൃത്യനായി, ഞാൻ ധന്യനായി ഭഗവാനെ എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.